പാകിസ്ഥാൻ ചാരസംഘടനയ്ക്കായി ചാരവൃത്തി നടത്തിയ ഉത്തർപ്രദേശ് സ്വദേശിയായ നാവികസേനയിലെ ഒരു സൈനികൻ അറസ്റ്റിലായി. ആഗ്ര സ്വദേശിയായ 24 വയസ്സുകാരനായ ആദർശ് കുമാറാണ് അറസ്റ്റിലായത്. ആദർശ് ജോലി ചെയ്തിരുന്നത് കൊച്ചിയിലെ തെക്കൻ നാവിക ആസ്ഥാനത്താണ്. ഇവരുള്ള തന്ത്രപ്രധാന ചിത്രങ്ങളടക്കം പ്രധാനപ്പെട്ട വിവരങ്ങൾ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് കൈമാറി എന്നാണ് കണ്ടെത്തൽ. UP ATS ആണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നാവികസേനയിൽ ലാൻസ് നായിക് പോസ്റ്റിലാണ് ആദർശ് ജോലി ചെയ്തിരുന്നത്. പണത്തിനു വേണ്ടി തന്ത്രപ്രധാനമായ വിവരങ്ങൾ ISI ഏജന്റിന് കൈമാറി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെയുള്ളവയുടെ നിർണായക വിവരങ്ങൾ ഇയാൾ കൈമാറിയിരുന്നു. തുടർന്ന് UP ATSന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ അവരുടെ നിരീക്ഷണത്തിലായിരുന്നു. ISI ഏജന്റുമായി ആദർശ് ബന്ധം സ്ഥാപിച്ചതായും ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തിയതായും ATS അന്വേഷണത്തിൽ വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. ആദർശിനെ കോടതിയിൽ ഹാജരാക്കി നടപടിക്രമങ്ങൾ അനുസരിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇതുപോലെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയായ ISIക്ക് വേണ്ടി വർഷങ്ങളോളം ചാരവൃത്തി നടത്തിയ നാവികസേന ഉദ്യോഗസ്ഥനും അറസ്റ്റിലായിരുന്നു. ന്യൂഡൽഹിയിലെ നാവികസേന ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥനായ വിശാൽ യാദവിനെയാണ് രാജസ്ഥാൻ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം അന്ന് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂറിന് ഇടയിലും ഇയാൾ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയിരുന്നു. നാവികസേനയെയും മറ്റ് പ്രതിരോധ യൂണിറ്റുകളെയും കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ വിശാൽ യാദവ് പാകിസ്ഥാനിലെ ഒരു സ്ത്രീക്കാണ് കൈമാറിയിരുന്നത്. ഈ വിവരങ്ങൾക്ക് പകരമായി ഇയാൾ പണം കൈപ്പറ്റിയിരുന്നുവെന്ന് മൊബൈൽ ഫോൺ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ വനിതാ മാനേജറുമായാണ് സോഷ്യൽ മീഡിയ വഴി വിശാൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്നത്. പ്രിയ ശർമ്മ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഈ സ്ത്രീ തന്ത്രപരമായി പ്രാധാന്യമുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാണ് വിശാലിന് പണം കൊടുത്തിരുന്നത്. ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമയായ വിശാൽ യാദവ് ഈ പണമെല്ലാം അതിനായി ഉപയോഗിക്കുകയായിരുന്നു. ആ ഓൺലൈൻ ഗെയിമിൽ ഒരുപാട് നഷ്ടം നേരിട്ടപ്പോൾ അത് നികത്താൻ ഈ പണം ആവശ്യമായിരുന്നുവെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് അക്കൗണ്ട് വഴിയും നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വിശാൽ യാദവ് പണം സ്വീകരിച്ചിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തു. അതേപോലെ 2025 മെയ് മാസത്തിലും പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ ഒരു സൈനികൻ അറസ്റ്റിലായിരുന്നു. കശ്മീരിലെ ബാരമുള്ളയിൽ പ്രവർത്തിക്കുന്ന ദേവീന്ദർ സിംഗാണ് അറസ്റ്റിലായത്. നേരത്തെ പിടികൂടിയ സൈനികനായ ഗുർപ്രീത് സിംഗിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ദേവീന്ദർ സിംഗിന്റെ പങ്ക് വെളിപ്പെട്ടത്. 2017 പൂനെയിൽ നടന്ന ഒരു സൈനിക പരിശീലനത്തിലാണ് ദേവീന്ദറും ഗുർപ്രീതും സുഹൃത്തുക്കളാവുന്നത്. പിന്നീട് സിക്കിം, കാശ്മീർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രണ്ടുപേർക്കും ഒരുമിച്ച് പോസ്റ്റിംഗ് ലഭിച്ചു. അക്കാലത്ത് ഗൗരവമേറിയ സൈനിക ഫയലുകൾ കൈകാര്യം ചെയ്യാൻ ഇരുവർക്കും അവസരങ്ങൾ ലഭിച്ചിരുന്നു. ആ ഫയലുകളാണ് ഇവർ രണ്ടാളും പാകിസ്ഥാൻ ചാരന്മാർക്ക് കൈമാറിയത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയെന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് SDPI എന്നിവരെ കുറ്റപ്പെടുത്തുന്നതാണ് പതിവ്. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ചാരപ്രവർത്തി നടത്തിയ പലരും ആ കൂട്ടത്തിൽപ്പെട്ടവരല്ല. പണത്തിനായി ചാരപ്പണി ചെയ്യുന്നവർക്ക് ജാതിയും മതവും ഒന്നുമില്ല. സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന അവരെല്ലാം രാജ്യദ്രോഹികൾ എന്നൊരു വിഭാഗത്തിലാണ് പെടുന്നത്.